ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ജൂലൈ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ എന്താണ് കരിയർ ആൻഡ് ലവില് വരാൻ പോണത്, അതാണ് നമ്മൾ നോക്കുക ഇന്ന് ഈ റീഡിങ്ങിൽ. ഈ റീഡിങ്ങിന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ മാസത്തിൻ്റെ ജൂലൈ മാസത്തിൻ്റെ ഔട്ട്കം റിവീൽ ചെയ്യാൻ പോണത്. ആൻഡ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. എൻ്റെ ഏതും വീഡിയോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യില്ല. എസ്പെഷ്യലി നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോസ് അപ്ലോഡ് ആയാൽ നിങ്ങളത് മിസ് ഔട്ട് ചെയ്യില്ല. ഇതാണ് നിങ്ങളുടെ ഔട്ട്കം. ഇത് ഞാൻ ഇങ്ങനെ വയ്ക്കാൻ പോകുന്നുണ്ട്. ആൻഡ് നമ്മളിത് എൻഡിലാണ് റിവീൽ ചെയ്യുക. അപ്പോൾ സാജിറ്റേറിയസ് 3 of Wands ആണ് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ ഓവറോൾ എനർജി. ഇത് ഒരു പോസിറ്റീവ് കാർഡാണ്, പോസിറ്റീവ് എനർജിയാണ്. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. ആക്ച്വലി ജൂലൈ മാസത്തിൻ്റെ മുമ്പേ എന്ന് വെച്ചാൽ ജൂണോ മേ ബി അതിൻ്റെ മുമ്പേയും നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടുണ്ട്. മേ ബി കരിയറിൽ, ജനറലി ലൈഫിൽ, റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ഇതൊരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചാണ്. നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങളുടെ എഫേർട്സിൻ്റെ എന്താണ് റിവാർഡ്സ് കിട്ടാൻ പോണേന്നാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. അത് നോക്കാൻ വേണ്ടിയിട്ട് എന്താ നിങ്ങളുടെ അടുത്ത് വരാൻ പോണേ. ഇപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് വെച്ചാൽ മേ ബി നിങ്ങളൊരു പേഴ്സൻ്റെ മെസ്സേജ് ഇല്ല വെച്ചാൽ കോളിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അവർ എന്താണ് എഫേർട്ട് ഇടണേ നിങ്ങളുടെ ഡിറക്ഷനിൽ, അതാണ് നോക്കണേ നിങ്ങൾ. എന്നുവെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളെല്ലാം ഇവർക്ക് നിങ്ങൾ പറഞ്ഞു, ഓറൽസ് മേ ബി നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടുണ്ട് ആ റിലേഷൻഷിപ്പിൽ. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിൽ എന്തെങ്കിലും എഫേർട്ട് ഉണ്ടാവുമോ അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് കരിയർ ആണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഏതോ ഒരു പ്രോജക്റ്റിൽ വെച്ചാൽ ഏതോ ഒരു കാര്യത്തിൽ കുറേ എഫേർട്ട് ഇട്ടു, എനർജി ഇട്ടു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോണസ് ഓർ പ്രൊമോഷൻ ഓർ അങ്ങനെ എന്തെങ്കിലും അതിനായിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ 3 of Wands എന്താണ്? അപ്പോൾ ഈ 3 of Wands കുറേ ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്തോ ഒരു നിങ്ങളുടെ റിവാർഡ് വരാൻ പോകുന്നുണ്ട്. പക്ഷേ 7 of Wands ഉണ്ട്, ചില ബ്ലോക്കേജസ് ഉണ്ട് ഇവിടെ. അപ്പോൾ മേ ബി നിങ്ങൾ കുറേ സമയമായി വെയിറ്റ് ചെയ്യണു, പക്ഷെ നിങ്ങളിപ്പോൾ ബ്ലോക്ക്ഡ് ആണ് ഫീൽ ആവണേ. നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് വരാൻ പോകുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, എന്തോ ഒരു പുതിയ ബിഗിനിങ്ങും ഞാൻ കാണുന്നുണ്ട് ഇവിടെ. എനിവേ നമ്മൾക്ക് ബാക്കി കാർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹൈറോഫാണ്ട് ഉണ്ട് ഇവിടെ പാസ്റ്റിൽ. ഹൈറോഫാണ്ട് റിലേഷൻഷിപ്പിൽ ഒരു ട്രഡീഷണൽ എനർജിയാണ്. ഒരു മാരേജിൻ്റെ എനർജി ഇല്ല വെച്ചാൽ ഒരു ഫാമിലിയുടെ എനർജി, ഒരു പാർട്ട്ണർഷിപ്പ്, ട്രഡീഷണൽ പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി. ഇത് ബിസിനസ്സിൻ്റെ കാര്യമാണ് വെച്ചാൽ മേ ബി നിങ്ങളുടെ കമ്പനി ഒരു ട്രഡീഷണൽ കമ്പനി ആയിരിക്കാം. ഇതൊരു സ്പിരിച്വാലിറ്റിയുടെയും എനർജിയാണ് ഹൈറോഫാണ്ട്. ടോറസ് എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങളൊരു ടോറസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഈ ഹൈറോഫാണ്ട് ഇവിടെ എന്താണ്? ഒരു ടീച്ചർ, ഒരു മെൻറ്റോറുടെ എനർജിയുമാണ് ഇത്. 6 of Wands. അപ്പോൾ ഇവിടെ കുറേ ഫെയിം ആൻഡ് റെക്കഗ്നിഷൻ ആണ് ഞാൻ കാണുന്നത്, കുറേ സക്സസ് ആണ് കാണുന്നത്. ഈ 6 of Wands എന്താണ്? ടവർ. അപ്പോൾ ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് വെച്ചാൽ എന്തോ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, നിങ്ങളുടെ പാർട്ട്ണർ വേറെ ആൾക്കാരുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ല വെച്ചാൽ എന്തോ അങ്ങനെ ഒരു റെവലേഷൻ ഉണ്ടായി. അങ്ങനത്തെ ഒരു റെവലേഷൻ ഉണ്ടായി. അതുണ്ടായപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ആണ് ഞാൻ കാണുന്നത്, ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. ഇത് കരിയറിലാണ് വെച്ചാൽ മേ ബി നിങ്ങളുടെ മെൻറ്റോർ ആരോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓറൽസ് നിങ്ങളുടെ കമ്പനി, ഈ കമ്പനിയിൽ നിങ്ങൾക്ക് കുറേ സക്സസ് കിട്ടി, കുറേ റെക്കഗ്നിഷനും ഉണ്ട് ഈ കമ്പനിയിൽ. പക്ഷെ എന്തോ ഈ ടവർ ഒരു ഷോക്കിംഗ് ചേഞ്ച് ആണ്, ഒരു റെവലേഷൻ ആണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ കറണ്ട് എനർജി മൂൺ ആണ്, ജൂലൈ എനർജി.
അപ്പോൾ ഇതൊരു ഇമോഷൻസിന്റെ എനർജിയാണ്, കുറെ ഹിഡൻ സീക്രറ്റ്സിന്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ മേ ബി മിസ് ഔട്ട് ചെയ്തു, നിങ്ങൾ ആരോ എന്തോ ഒളിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായില്ല, ഇവര് എന്തോ ബിഹൈൻഡ് ദ സീൻസ് നടക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെ അറിയണ്ടായില്ല നിങ്ങൾക്ക്. അപ്പോ മൂൺ ഇവിടെ എന്താണ്? പൈസീസ് ക്യാൻസർ എനർജി, കറണ്ട് എനർജി മൂൺ എന്താണ്? 10 of Wands. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഒരു റെവലേഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ, വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഷോക്കിംഗ് ചേഞ്ച് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ബാഗേജ് ഒക്കെ വിടാൻ തയ്യാറാണ്. ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലേക്കാണ് പോണത്. ഇത് കരിയറുടെ കാര്യത്തിലാണ് വെച്ചാൽ നിങ്ങളൊരു ഇല്യൂഷനിലായിരുന്നു, പക്ഷെ ആ ഇല്യൂഷൻസ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ വിട്ടിട്ട് ഒരു പുതിയ സ്റ്റാർട്ടാണ് ചെയ്യണത്. മേ ബി ഓവർ കോൺഫിഡൻസും ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, എന്ന് വെച്ചാൽ പാസ്റ്റിൽ എന്തോ കുറെ സക്സസ്ഫുൾ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പക്ഷെ അത് സഡൻലി ആ സക്സസ് ഒരു ഫെയിലിയർ ആയിപ്പോയി, പറഞ്ഞ ഒരു സഡൻ ടേൺ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടായി. ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്കൊരു ഷോക്ക് ആയ മാതിരി ആണ് ഞാൻ കാണുന്നത്. നൈറ്റ് ഓഫ് വാൻസ് അഗൈൻ എനിക്കിത് മോർ ഓഫ് റിലേഷൻഷിപ്പ് ആണ് കിട്ടുന്നത്. ആരോ ഇവിടെ ചീറ്റിംഗ് എനർജിയിലാണ്. നിങ്ങൾ വിചാരിച്ചു ഈ പേഴ്സൺ നിങ്ങളുടെ ലോങ് ടേം പാർട്ട്ണർ ആണെന്ന്. ചില കേസസിൽ ഇതൊരു മാരേജുമാണ്, പക്ഷെ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സന്റെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അവർ വേറെ ആൾക്കാരുടെ കൂടെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വേറെ അഫെയർ ഉണ്ടായിരുന്നു. ഈ കാര്യം നിങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല, അത് പുറത്ത് വന്നപ്പോൾ ഒരു ഷോക്കായി. ഇപ്പോൾ മെജിഷ്യൻ ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തോ ഒരു പുതിയ ബിഗിനിങ് ആണ് മാനിഫെസ്റ്റ് ചെയ്യണത്. നിങ്ങളുടെ കേപ്പബിലിറ്റീസ് നിങ്ങൾക്ക് അതാണ് റിയലൈസ് ചെയ്യണത്, അത് നിങ്ങൾ കേപ്പബിൾ ആണ്, നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാം. 3 of Swords ഇവിടെ ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരാനാണ് നോക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, ഒരു പുതിയ സ്റ്റാർട്ടാണ് ഞാൻ കാണുന്നത്. കരിയറിൽ ഇല്ലച്ച ലവ് ലൈഫിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് 6 of Pentacles. അപ്പോൾ അഗൈൻ ഒരു ഇംബാലൻസ്ഡ് റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങൾ. ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ എഫേർട്ട് ഇടുണ്ടായിരുന്നു, മറ്റേ പേഴ്സൺ അത്ര എഫേർട്ട് ഇടുണ്ടായില്ല. ഇത് നിങ്ങൾക്ക് വിയേർഡായി തോന്നി, പക്ഷെ മേ ബി നിങ്ങൾ അത്ര അതൊന്നും കാര്യമാക്കിയിട്ടില്ല. നിങ്ങൾ വിചാരിച്ചു ഈ പേഴ്സൺ വർക്കിൽ ബിസി ആയിരിക്കും, ജോലിയിൽ ബിസി ആയിരിക്കും, അതുകൊണ്ടാണ് നിങ്ങളുടെ മുകളിൽ അത്ര ശ്രദ്ധ ഇല്ല ഈ പേഴ്സന്റെ. പക്ഷെ ഇവിടെ വേറെ എന്തോ ആയിരുന്നു നടക്കണ്ടായിനെ. 8 of Swords ഇവിടെ ഒരു സ്റ്റാഗ്നേഷന്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിലാണ് നിങ്ങൾ, കുറെ സ്റ്റക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അഡ്വൈസ് നിങ്ങൾക്ക് 3 of Pentacles ആണ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ സ്മോൾ സ്റ്റെപ്സ് എടുക്കുക, മുമ്പോട്ട് പോകാൻ നോക്കുക, ന്യൂ ബിഗിനിങ്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, അതിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. 3 of Pentacles എന്തോ നർച്ചർ ചെയ്യാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഇവിടെ പറയണത്. വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക. 6 of Cups ഇവിടെ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ 6 of Cups എന്താണ്? 5 of Cups. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇത് നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ പേഴ്സണിനെ കുറെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ എനർജിയിലുണ്ട്. ഈ പേഴ്സൺ ചിലപ്പോൾ തിരിച്ചു വരാനും ചാൻസ് ഉണ്ട് റീകൺസിലിയേഷന് വേണ്ടിയിട്ട്. ഹിഡൻ ഫാക്ടറിൽ 5 of Wands ആണ്. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോഴും ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ പേഴ്സൺ റീകൺസൈൽ ചെയ്യാൻ വന്നാലും അവര് ചേഞ്ച് ആയിട്ടല്ല വരണേ, അങ്ങനെ തന്നെ ആ സെയിം എനർജിയിലാണ് വരണേ. 5 of Wands ഇവിടെ എന്താണ്? King of Wands, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. ആൻഡ് കിങ് ഓഫ് സോഡ്സ്, അക്വേരിയസ് എനർജി. അപ്പോൾ ഈ പേഴ്സണും നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടാച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ തിരിച്ചു വരാൻ നോക്കും, ഓറൽസ് മേ ബി നിങ്ങൾ ഈ പേഴ്സണിന്റെ കൂടെ റീകൺസൈൽ ചെയ്യാൻ നോക്കും. പക്ഷെ ഇപ്പോഴും ആ പ്രോബ്ലം അങ്ങനെ തന്നെ ഉണ്ട്. ആ പ്രോബ്ലമിൽ സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല, ആ പ്രോബ്ലം ചേഞ്ച് ആയിട്ടില്ല. ഈ പേഴ്സണിന്റെ ഇപ്പോഴും വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ചേഞ്ച് ആയിട്ടില്ല. അതാണ് ഹിഡൻ ഫാക്ടർ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യം. മേ ബി നിങ്ങൾക്ക് അത് ഇപ്പോൾ നിങ്ങളെ ഹോപ്പ് ചെയ്യുന്നുണ്ടാവും ഈ പേഴ്സൺ ചേഞ്ച് ആവുമെന്ന്, പക്ഷെ ഇവരുടെ സൈഡിൽ നിന്ന് ചേഞ്ച് ഇല്ല.
അപ്പൊ നിങ്ങളുടെ എന്താണ് ഔട്ട്കം ഇവിടെ? ജൂലൈ മാസത്തിന്റെ ഔട്ട്കം എന്താണ് ഉണ്ടാവാൻ പോണേ? 4 സ്വർഡ്സ്. അപ്പോൾ ഇത് കുറെ ഒരു ആപ്റ്റ് മെസ്സേജ് ആണ്. യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട്, ഇതൊരു സെപ്പറേഷൻ്റെ എനർജിയാണ്, പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രയോറിറ്റീസ് അതിലാണ് ഫോക്കസ് ചെയ്യാൻ പറയണത്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾ ഒരു ഈ പേഴ്സൻ്റെ അഫെയർ ഉണ്ടായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന് വെച്ചാൽ എവിടെയോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും. എന്നുവെച്ചാൽ അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. ലാക്ക് ഓഫ് സെൽഫ് റെസ്പെക്ട് ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചെടുക്കാൻ റെഡി ആവണം. ഇല്ലച്ചാൽ ഒരു നോർമൽ സിറ്റുവേഷനിൽ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ ചീറ്റ് ചെയ്താ, ഇല്ലച്ചാൽ എന്തെങ്കിലും ഒളിപ്പിച്ച ഒരു റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി എന്തെങ്കിലും ഒളിപ്പിക്കാൻ നോക്കിയാൽ അതൊരു അൺആക്സെപ്റ്റബിൾ കാര്യമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചെടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയണത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ലോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുമ്പോഴാണ് നമ്മളുടെ ബൗണ്ടറീസ് ഒക്കെ ഡൈല്യൂട്ട് ആവണേ. വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് സമയം കൊടുക്കുക. ഈ സെപ്പറേഷൻ ഉണ്ടായാലും കുറച്ച് സമയം കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാരിറ്റി വരും, ഇല്ലച്ചാ ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും. 4 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ യൂണിവേഴ്സ് സെപ്പറേറ്റഡ് എനർജിയിൽ തന്നെ ആണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യേണ്ട, ഈ റിലേഷൻഷിപ്പ് അല്ല ഈ സിറ്റുവേഷനെ കണ്ടിന്യൂ ചെയ്യേണ്ട അഡ്വൈസ് യൂണിവേഴ്സ് തരണത് എന്താ വെച്ചാൽ സെപ്പറേറ്റഡ് ആവുമ്പോഴാണ് ഈ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പേഴ്സണെ തിരിച്ചെടുത്ത ആദ്യം ഈ സൈക്കിൾ റിപ്പീറ്റാണ് ആവുക. എന്നുവെച്ചാൽ ഈ പേഴ്സൺ അവരുടെ തേർഡ് പാർട്ടിനെ വിട്ടിട്ടില്ല അതുവരെ. അപ്പോൾ ഇതിലൊരു സൊല്യൂഷനും നിങ്ങൾക്ക് കിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ പേഴ്സൺ ചിലപ്പോൾ അവരുടെ ഉള്ളിലും എന്തെങ്കിലും ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്, അറിയില്ല, നമ്മൾക്ക് അത് നെക്സ്റ്റ് മന്തേ നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസ് മനസ്സിലാവും കുറച്ചൊരു സമയം കൊടുത്താൽ. അറ്റ്ലീസ്റ്റ് ഒരു സെപ്പറേറ്റഡ് പീരീഡ് ആകുമ്പോൾ നിങ്ങൾക്ക് വേറെ ചിലപ്പോൾ ഓപ്ഷൻസും ഉണ്ടാവും, വേറെ ന്യൂ പീപ്പിളിനെ, പുതിയ ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേ ബി മനസ്സിലാവും അത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അൺഹെൽതി റിലേഷൻഷിപ്പ് ആണെന്ന്. അപ്പോൾ ചില കേസസിൽ ഇതൊരു കോ ഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഈ പേഴ്സണെ മിസ് ചെയ്യണത്. മിസ്സിങ് ഓക്കെയാണ്, പക്ഷെ തിരിച്ചെടുക്കാനുള്ള പ്ലാൻ ഉണ്ട് വെച്ചാൽ അതൊരു കോ ഡിപ്പെൻഡൻറ്റ് എനർജിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് സാജിറ്റേറിയസിന് വേണ്ടിയിട്ട്? ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. അപ്പോൾ എക്സാക്ട്ലി അതാണ് ഞാൻ പറയാൻ നോക്കണ്ടതിന്. കുറച്ച് സമയം കൊടുക്കുക ഈ സിറ്റുവേഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഡിസ്റ്റൻസ് വരുമ്പോൾ രണ്ടാൾക്കും ഒരു ബെറ്റർ പെർസ്പെക്റ്റീവ് കിട്ടും. ഇമ്മീഡിയറ്റ്ലി ഈ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ പോയാൽ ചിലപ്പോൾ അവർക്കും തോന്നും അത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓക്കെ ആണെന്ന്, അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചൊരു സമയം കൊടുക്കുക, ഇത് ശരിയാവും, നിങ്ങൾ ബെറ്ററായി ഫീൽ ആവും, നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. പക്ഷെ ആ സമയം കൊടുക്കുക. ഈ സെപ്പറേഷനിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഇത് മോസ്റ്റ്ലി ഒരു ലവ് റീഡിങ് തന്നെ ആയിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് അത്ര കരിയർ റിലേറ്റഡ് മെസ്സേജസ് ഇവിടെ കിട്ടിയില്ല, അതുകൊണ്ട് വെറുതെ ഒരു കരിയർ മെസ്സേജ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ മോസ്റ്റ്ലി ഇതൊരു വെരി ഡയറക്റ്റ് മെസ്സേജ് ആയിരുന്നു ആർക്കോ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ മെസ്സേജ് ചെയ്യുക, കമൻസിൽ പറയുക ഇത് റെസൊനേറ്റ് ആയോ ഇല്ലയെന്ന്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് വേണം വെച്ചാൽ അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കൊരു റീഡിങ് കിട്ടാൻ, അവിടെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയി റീഡിങ് കിട്ടും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.